ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിമ്പിളായിട്ടില്ല ഒരു ചിക്കൻ 65 ആണ്. അപ്പോൾ ഞാനിത് പെട്ടെന്നൊരു എടുത്ത് കൂടിയാ, അപ്പോൾ നിങ്ങൾക്കും കൂടി റെസിപ്പി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ലെമണും കൂടി ഒഴിച്ചു കൊടുക്കാം. പകുതി ലെമൺ മതിയാണ്, ഞാൻ ഇച്ചിരി ചിക്കൻ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് പകുതി ലെമൺ. എൻ്റെ അനിയ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ട് വരുവാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അങ്ങനെ അതിന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ പണിയും നോക്കുക നമ്മൾ. അപ്പോൾ അതിന് ശേഷം ഒരു 2 സ്പൂൺ കോൺഫ്ലവർ മാവും, അപ്പോൾ എരിവ് ആവശ്യത്തിനില്ല മുളക് പൊടിയും കൂടി ഇടാം. അതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഞാൻ കുറച്ചേ ചിക്കൻ എടുത്തിട്ടുള്ളൂ, അമ്മ ചിക്കൻ കറി വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ നമുക്ക് 65 ആക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. ഇച്ചിരി കറി മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം മിക്സ് ആക്കാനേ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവർ മാവ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കോൺഫ്ലവർ മാവ് ഇപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കോൺഫ്ലവർ മാവ് ഇട്ടിട്ട് ആക്കുന്നത്. അപ്പോൾ ആക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ 65 ആണ്. ഞാൻ ചെറിയ വ്ളോഗാക്കിയിട്ടും അങ്ങനെ വ്ളോഗൊന്നും പറയാൻ പറ്റില്ല, ചുമ്മാ ഒന്ന് വെറുതെ എടുത്തിട്ടതാണ്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ മിക്സാക്കാം. അമ്മയും കൂടി എന്നെ ഇങ്ങനെ കളിയാക്കുക, ഞാനിങ്ങനെ എന്താ വീഡിയോൻ്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് അങ്ങനെ വീഡിയോൻ്റെ മുമ്പിലല്ല, അത് പറഞ്ഞിട്ട് അവർ കളിയാക്കുക എന്നോട്. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല നമുക്ക് മിക്സാക്കി കൊടുക്കാം. നമ്മൾ കോൺഫ്ലവർ മാവ് ഇട്ടത് കൊണ്ട് നമുക്കത് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും മാവ് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം അതിന് അപ്പോഴത്തേക്ക് തന്നെ മാവ് കൊണ്ടുവന്നിട്ട് മുന്നിൽ പാത്രം വെക്കും. അപ്പോൾ നമ്മൾ മിക്സാക്കി എടുത്ത് വെച്ചേ, ഞാനൊരു 1/4 മണിക്കൂർ ഞാനിത് വെച്ചതാണ്, മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി ഒന്ന് വെച്ചതാണ്. അതിനുശേഷം ഞാൻ എടുത്തിട്ട് അത് എണ്ണയിലിട്ടെ. അപ്പോൾ നല്ല ചൂടായ എണ്ണയിൽ നമുക്ക് അറിയാമല്ലോ നമുക്ക് ചില്ലി എങ്ങനെയാണ് കോരിയെടുക്കണ്ടേന്ന്. അപ്പം അതുപോലെ ഇതും കൂടി നമുക്ക് കോരിയെടുക്കാം വറുത്ത്. എൻ്റെ മോള് എൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ മോളുടെ ഒച്ചയും കൂടി ഇതിൽ കേൾക്കുന്നത്. അപ്പം നല്ല നമുക്ക് അധികം സ്പീഡിലും വെക്കാണ്ട് അധികം സ്ലോയിലും വെക്കാണ്ട് നമുക്കൊരു 3/4 ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല ചിക്കൻ നല്ല വെന്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നല്ല എണ്ണയെല്ലാം നമുക്ക് നല്ല ഫിൽട്ടറാക്കിയിട്ട് എടുക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ 65 ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, ആർക്കും അറിയാണ്ടൊന്നുമല്ല. അപ്പം ഞാൻ ഈ ഇത് എന്താ ചെറിയ ഇതും കൂടി നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പോൾ ഇതും കൂടി കാണട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനിത് ഇടുന്നത്. എൻ്റെ സ്ലാങ് അല്ല ഇത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു തമിഴ് സ്ലാങ് അല്ല വരുന്നത്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ വർത്തമാനത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇപ്പോൾ ഓരോന്നും ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് സംസാരിക്കേണ്ടത് അതൊന്നും എനിക്ക് അറിയില്ല. ഇനി ഞാനെല്ലാം ശരിയാക്കിക്കോളാം. ഇനി ഓരോന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏതാ തെറ്റ് ഏതാ ശരി എന്ന് അങ്ങനെ മനസ്സിലാവുമ്പോൾ തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ ശരിയാക്കും. ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ അതിനൊക്കെ എത്തിട്ടെ. ഞാനൊരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.